ഇപ്പോഴത്തെ നമ്മൾ ABSന്റെ മൊഡ്യൂളും കംപ്ലൈൻ്റാണ് കേട്ടോ. അപ്പോൾ അതും റിപ്പയറിനായിട്ട് അയച്ചു കൊടുക്കുക. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തറയെ തട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, നമ്മുടെ RC320 BS3 റീസ്റ്റോറേഷൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വണ്ടി നിർത്തി വെച്ചിട്ട് ഇൻട്രോ എടുക്കാവുന്ന സമയമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ നെറ്റും ബോൾട്ടും എല്ലാം പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തില്ലായിരുന്നു. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആകുമെന്ന് പറഞ്ഞ സംഭവം മൂന്നാമത്തെ ദിവസം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ പോയി സാധനം എടുക്കാനായിട്ട് പോവുകയാണ്. പെട്ടെന്ന് തന്നെ സാധനം കിട്ടി. നെറ്റും ബോൾട്ടൊക്കെ ക്രോം ഫിനിഷ് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് വണ്ടി എടുത്തിട്ട് പറപ്പിച്ച് പോകുന്നത് കേട്ടോ. 4 കോടിയിലുള്ളതെന്നാണ് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയി സാധനം എടുക്കാം. ഓക്കെ, മറ്റേ നെറ്റും ബോൾട്ടും ഞാൻ കാണിച്ചോട്ടെ. യെസ്, അപ്പോൾ നമ്മുടെ സാധനം എല്ലാം ഇതാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം പൊതിച്ച് വെച്ചേക്കല്ലേ മോനെ. സീറ്റ് എല്ലാം നല്ല പുത്തൻ ബോൾട്ടായിട്ടുണ്ട് കേട്ടോ. അത് കോലം ബോൾട്ടൊക്കെ മുകളിലത്തെ അടപ്പാണ്. വീൽ ബെയറിങ്, ഷോക്ക് അബ്സറിൻ്റെ അടുത്ത ബോൾട്ട്. എന്ത് രസം നോക്കി, എല്ലാം നല്ല പുത്ത സാധനമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഒക്കെ അവിടുത്തെ ക്ലിപ്പാണ് എല്ലാം സിൽവറിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ പൊളിച്ച്. വണ്ടിയുടെ വീൽ ആക്സിലാണ് കേട്ടോ. ഓ കിണ്ണൻ, സൂപ്പർ കേട്ടോ. ഇത്രയും വിചാരിച്ചില്ലേ. സൂപ്പർ. പുതിയത് വാങ്ങിച്ചാൽ ഇത്ര ഫിനിഷ് കിട്ടത്തില്ലല്ലേ. എൻ്റെ മോനെ സാധനം കൊള്ളാം. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. ചെറിയ 1-2 സാധനമായാലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കൊണ്ടുവന്നാലും ചെയ്യും. എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? മിനിമം 1 കിലോ ആണോ അല്ലേ? ഓ, അങ്ങനെയാണ്. ഇത് ഈ ചെയ്ത പ്ലേറ്റിംഗ് ആണോ? അതാണോ ഗാൽവനൈസിങ്? അതിവിടെ ചെയ്യൂ. പിന്നെ ഈ പൗഡർ കോട്ടിങ് അതാ ഇല്ലല്ലേ? അപ്പോൾ ഗായ്സ്, സാധനം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ പ്ലേറ്റിംഗ് എന്നാണ് കഴിഞ്ഞ വീഡിയോയിലുമായിട്ട് പറഞ്ഞു കേട്ടോ. പ്ലേറ്റിംഗ് അല്ല, സിങ്കാണ്. ഗാൽവനൈറ്റിംഗ് എന്നാണ് പറയുന്നത്. ആ കളർ ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഈ യെല്ലോ കളറൊക്കെ ആക്കാൻ പറ്റുന്നത് കേട്ടോ. പ്ലേറ്റിംഗ് ആവാൻ നേരത്ത് അതിൻ്റെ അകത്ത് ഈ ഒരു സിൽവർ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് തോന്നുന്നു. സാധനം അത് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ഇടിച്ച് താർന്നു. ഹായ്. ഓ, താങ്ക് യു. ഹായ് ബ്രോ. എവിടെ പോവാ? ചുമ്മാ. മൊത്തം തുരുമ്പായിരുന്നു. അത് നമ്മൾ സെറ്റാക്കി എടുത്ത്. അതെ. ഓക്കെ ബ്രോ, പേരെന്തായിരുന്നു? അതിൽ. ഓക്കെ, ശരി, കാണാം. ഇതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും സന്തോഷങ്ങൾ. ഇത്രയും കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്തിട്ട് അതിന് കിട്ടുന്ന പ്രതിഫലമാണ് ഇങ്ങനത്തെ ഓരോ പോസിറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പം പറഞ്ഞതുപോലെ ഇപ്പോൾ നേരിട്ട് വന്ന വണ്ടിയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് രോമാഞ്ചം കൊള്ളിയിരിക്കും. നല്ല ഫീലാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു. പക്ഷേ വീഡിയോ ആയിരുന്നെങ്കിൽ താങ്ക് യുടാ. അപ്പം നമുക്കിനി അടുത്ത പരിപാടി നോക്കാം ഗൈസ്. അപ്പോൾ പിറ്റേ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ RCയുടെ സൈഡിലത്തെ ഒരു ഫെയറിങ് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചായിരുന്നു. പുതിയതാണ് വാങ്ങിച്ചത്. 500 സംതിങ്ങേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഇന്ന ഫെയറിങ് ആണ്. അൺപെയിൻ്റ് ആയിട്ടാണ് വരുന്നത്. ബ്ലാക്ക് കളറിലാണ് വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ കളറാണ്. പിന്നെ അത് പെയിൻ്റ് ഇല്ല. അപ്പോൾ ഇത് പെയിൻ്റ് അടിക്കാനായിട്ട് കൊടുക്കാനായിട്ട് പോയത്. പിന്നെ നമ്മുടെ ഡ്യൂക്കിൻ്റെ വർക്കാണെങ്കിൽ നമ്മൾ ഓറഞ്ച് കിറ്റായിരുന്നു. അത് വീണ്ടും ഞാൻ ബ്ലാക്കിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫെയറിങ് ഇവിടുത്തെ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ പൊട്ടികളായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് മാത്രമായിട്ട് ഞാൻ പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഇതിൻ്റെ ക്ലിയർ ആളി പോയപ്പം ഒന്നും കൂടെ അതൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി കൊടുത്തിരുന്ന സാധനം കിട്ടി. അതുകൊണ്ടാണ് ഈ ഒരു സൈഡ് സ്റ്റിക്കർ ഇല്ലാത്ത. ഈ ഒരു സൈഡ് സ്റ്റിക്കറുണ്ട്. പക്ഷേ അത് കിട്ടിയപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ പെയിൻറ്റിൻ്റെ ക്ലിയർ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ വളട്ടെന്ന് വിചാരിച്ച് കുറേ നാൾ ഓറഞ്ച് കളറിലായിരുന്നു. വീണ്ടും നമ്മൾ ആ ഒരു ഡ്യൂക്ക് ബ്ലാക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ RCയുടെ വർക്ക് എന്തായെന്ന് പോയി നോക്കാം കേട്ടോ. ഓക്കെ. ഉഫ്, നല്ല കഴിവതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ബൂത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അല്ല, അതിൻ്റെ ഒരു കിറ്റേ ഞാൻ ലോക്ക് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ പുതിയത് വാങ്ങിച്ചോണ്ടെന്നതാണ്. പക്ഷെ അത് ഷോറൂമിൽ നിന്ന് അൺപെയിൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് പെയിൻ്റ് അടിച്ചല്ലേ? ഇതല്ല അതിൻ്റെ അകത്ത്. ഓ, ആണോ? അത് ബാക്കിൽ ഒട്ടിച്ചല്ലേ? മാറേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ. കവറാ.
ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, കാണിച്ചായിരുന്നു ഇത് മാറണ്ടെന്ന് പറഞ്ഞു. അതാണ് അത് മാറ്റിയിട്ടിരുന്നത്. ബാക്കിയെല്ലാം അടിച്ച് ഈ സിംഗാമ്പ് മാത്രമേ ഉള്ളൂ അല്ലേ? ഓ ഇതെന്നത്തേക്ക് അടിക്കും ഇനി ഒരുമിച്ച്? ആ ഇതിൻ്റെ ക്യാപ്പ് കൂടെ ഒന്ന് അടിച്ചേക്കോ, ബ്ലാക്ക് അടിച്ചാൽ. അപ്പം അന്ന് വന്നപ്പോൾ പ്രേമർ അടിച്ചു വെച്ച പാർട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റോക്ക് അണ്ടർവെല്ലി, അതുപോലെ തന്നെ സൈഡ് ഫെയറിങ് കാര്യങ്ങളൊക്കെ വരും. ഇതിൻ്റെ പോളിഷ് കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഇനി വണ്ടി സെറ്റ് ചെയ്തിട്ടാണ് ബാക്കി പോളിഷും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. നമ്മളെ ചേസൊക്കെ ദൂരിക്കുന്ന അതിൻ്റെ വർക്കൊക്കെ ഇന്ന് തുടങ്ങിയിട്ടല്ലോ കേട്ടോ. ഓക്കെ, RCയുടെ സീറ്റും കൂടെ ഞാൻ തിരിച്ച് കൊണ്ടുപോകാൻ കേട്ടോ. നമ്മൾ ഈ ഡ്യൂക്കി ചെയ്ത ഈ ഒരു ഡിസൈൻ, നമ്മൾ വെണ്ടേറ്റത് പ്രോജക്റ്റിൻ്റെ ഡിസൈൻ നമ്മുടെ RCയിലും ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഇതിൻ്റെ ഫ്രണ്ട് സീറ്റ് ഞാൻ കഴിഞ്ഞ എടുത്തുകൊണ്ട് പോയായിരുന്നു, എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ആര് വർക്ക് ചെയ്ത് ബേക്ക് സീറ്റ് ചെയ്താൽ എങ്ങനെ ആവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, ആരും ചെയ്തിട്ടില്ലെന്നാണ് തോന്നണം. അപ്പം എന്താണെന്ന് പ്രതീക്ഷയില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒറ്റ ഇതിൽ സ്റ്റച്ചൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുന്നതാണ്. വെഡായിട്ട് ചെയ്യാൻ നേരത്തെ ഇതൊക്കെ ഇപ്പം ഇതേ മോഡൽ ചെയ്യാൻ നേരത്തെ ഈ ഒരു കറും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുമോ എന്തോ, എന്തായാലും കിട്ടണം. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നമ്മുടെ RCയുടെ അപ്പോൾ ഫ്രണ്ടും ബാക്കും സീറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പം സാധനം ഇനി തിരിച്ച് വരുന്നത് ഒരു വെട്ടിക്കെട്ട് സീറ്റുമായിട്ടായിരിക്കും. നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ നമ്മൾ ABSൻ്റെ മൊഡ്യൂളും കംപ്ലൈൻ്റാണ് കേട്ടോ. അപ്പോൾ അതും റിപ്പയറിനായിട്ട് അയച്ചു കൊടുക്കുക. ഇവിടുന്ന് കൊറിയർ അയച്ചിട്ട് 2 ഡേയ്സിനുള്ളിൽ സാധനം റിപ്പയർ ചെയ്ത് കിട്ടുന്ന പറയണം. ഏകദേശം 5000 രൂപ ഓരോ സാധനം. പല കംപ്ലൈൻറ്റ് പല റേറ്റാണ് കേട്ടോ. ഇതിലിപ്പോൾ എന്ത് കംപ്ലൈൻ്റ് ആണെന്ന് ഇടയ്ക്ക് നോക്കിയാലേ അറിയാൻ ഒക്കത്തുള്ളൂ. നമ്മളൊരു ട്രൈ നടത്തി ഇതിനെ പണിയാക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് അയച്ചു കൊടുത്ത സാധനം സെറ്റാക്കി കിട്ടും. എനിക്കതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചിരുന്നു. ABSൻ്റെ യൂണിറ്റ് മൊത്തം പോയി കിടക്കുകയാണെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിസ്റ്റൊന്നും ഇറങ്ങി വരുന്നില്ല. കുറച്ച് ഇതിൻ്റെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ വേറെ ഡ്യൂക്കിൽ നിന്ന് പൊളിച്ച കേസൊക്കെ ഇട്ടൊക്കെയാണ് സെറ്റ് ചെയ്തത്. ഇതിൻ്റെ ത്രെഡൊന്നും ഇളകി വന്നില്ല. അകത്ത് ഫുള്ള് തുരുമ്പൊക്കെയായിരുന്നതാണ് കേട്ടോ പറഞ്ഞാൽ. വണ്ടിയുടെ ABS യൂണിറ്റ് ഫുള്ള് പോയെന്നാണ് പറഞ്ഞാൽ. ഞാനിത് വർക്കിന് കൊടുത്തേക്കുന്നത് ഹൈമാക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്, ചങ്ങനാശ്ശേരിയിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഞാൻ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അവർക്ക് അയച്ചു കൊടുത്തത്. പുള്ളി പറഞ്ഞു വെച്ചാൽ ഇങ്ങനത്തെ വർക്ക് ആദ്യമായിട്ടാണ് ചെയ്തതാണ് പറഞ്ഞത്. അതായത് നല്ല പണി ഉണ്ടായിരുന്നു എൻ്റെ ABS. പക്ഷേ പുള്ളി അത് റെഡിയാക്കി, ഇന്ന് എല്ലാം റെഡിയാക്കി നാളെ എനിക്ക് അയച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല വർക്കുണ്ട്. 10,000 രൂപയ്ക്ക് പുറത്തുള്ള വർക്കുണ്ട്. ആ ഒരു കേസ് വരെ സെപ്പറേറ്റ് വേറെ ഒന്ന് എടുത്തിട്ടാണ് അവിടെ മാറിയത്. പഴയത് കിടപ്പുണ്ടായത് ഇതിനകത്തിട്ടൊക്കെ എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. എന്തായാലും സാധനം കിട്ടിയിട്ട് വണ്ടി വെച്ച് നോക്കിയാലേ അവർക്ക് എങ്ങനെ വർക്കാവില്ലോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കത് റെഡിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതേപോലെ ABS യൂണിറ്റും കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്തതായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ കൊടുത്ത് എല്ലാവർക്കും നല്ല പോസിറ്റീവ് റിവ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊടുത്തത്. അപ്പോൾ നമ്മൾ RCയുടെ ബാക്കി വർക്ക് എവിടെ വരെ ആയെന്ന് വെച്ചാൽ ആ ചേസും വീലും ഇതുവരെ പെയിൻ്റ് അടിച്ച് കിട്ടിയിട്ടില്ല. ഈ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിയുന്ന വീഡിയോ ആയിരിക്കാം. എന്തായാലും നമ്മുടെ RCയുടെ എല്ലാ സാധനങ്ങളും കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അന്ന് തന്നെ വർക്കെല്ലാം തീർത്ത് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷൻ തന്നെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും കട്ട വെയിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവരത് മിച്ചവും എന്നെയാണ് നിൽക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇതിപ്പം 3-4 ദിവസത്തെ വീഡിയോസാണ്. ഇനിയും ദിവസം നീട്ടിപ്പോയാൽ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ചൊന്ന് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ബൈ.